മുസ്ലിം ലീഗ് എംപിമാരെ തടഞ്ഞ് യു.പി. പോലീസ്. സംഭൽ കലാപ ബാധിത മേഖല സന്ദർശിക്കാനെത്തിയ എംപിമാരെയാണ് തടഞ്ഞത്. ഗാസിയാബാദിൽ വെച്ചാണ് എംപിമാരുടെ സംഘത്തെ പോലീസ് തടഞ്ഞത്. അബ്ദുൾ റഷീദാണ് വിവരങ്ങളുമായിട്ടുള്ളത്. അബ്ദുൾ റഷീദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? സംഘത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ശരത്ത്, ഗാസിയാബാദിൽ, ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ അല്പസമയം മുമ്പാണ് സമ്പൽ സന്ദർശനത്തിയ മുസ്ലിം ലീഗ് എംപിമാരെ ഉത്തർപ്രദേശ് പോലീസ് സംഘം തടഞ്ഞിരിക്കുന്നത്. വലിയൊരു പോലീസ് സന്നാഹത്തോടു കൂടിയായാണ് ഈ സംഘത്തെ ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ ഗാസിയാബാദ് ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ച് തടഞ്ഞിരിക്കുന്നത്. അതായത് സംഭാലിലേക്ക് കടക്കാൻ പ്രവേശിക്കാൻ അനുവാദമില്ല എന്നൊരു തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യു.പി. പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സംഘം വന്ന് മുസ്ലിം ലീഗ് എംപിമാരെ തടഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇ.ടി. മുഹമ്മദ് ബഷീർ, ഒപ്പം ഹാരിസ് ബീരാൻ എം.പി, അബ്ദുൾ വഹാബ് തുടങ്ങി അബ്ദുൾ സമദ് സമദാനി തുടങ്ങിയ എംപിമാരാണ് ഇപ്പോൾ സമ്പൽ സന്ദർശനത്തിനായി എത്തിയത്. പക്ഷേ 100 കിലോമീറ്റർ അകലെ, അതായത് സമ്പലിൽ നിന്നും സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സമ്പലിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ഗാസിയാബാദിൽ വെച്ചാണ് ഈ സംഘത്തെ തടഞ്ഞിരിക്കുന്നത്. ഇത് തീർത്തും ഇത്തരത്തിൽ ഈ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പോലീസിൻ്റെ നടപടിയിലൊക്കെ തന്നെയും എംപിമാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും സംബാലിൽ നിരോധനാജ്ഞ 30 വരെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത മേഖലകളിലേക്ക് പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. എന്തായാലും പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും. റഷീദാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. പ്രതിപക്ഷ നേതാക്കളൊക്കെ അവിടേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. അതടക്കം തടയുന്ന ഒരു പൊതു സമീപനം. പലപ്പോഴും യു.പിയിൽ ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും അവിടേക്ക് ദേശീയ തലത്തിലെ പാർട്ടി നേതാക്കളൊക്കെ തന്നെ, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള നേതാക്കളൊക്കെ പോകാൻ ഹത്രാസിലേക്കൊക്കെ പോകുന്നൊരു ഘട്ടത്തിൽ നമ്മൾ മുമ്പ് ഇത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അവിടേക്ക് ആ പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് പോകാനുള്ള ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ആ ഒരു തീരുമാനത്തെയാണ് ഈ വിധം നിരോധനാജ്ഞ കൊണ്ട് തടയുക, അവരെ തടയുക എന്ന അതുതന്നെയാണ് ഇപ്പോഴും. അതിൻ്റെ വിശദാംശങ്ങളാണ് റഷീദ് ഇപ്പോൾ നൽകിയത്. മുസ്ലിം കടന്നാക്രമണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യു.പിയിലെ സംഭലിലേതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു. യോഗി സർക്കാർ സംവിധാനങ്ങൾ സംഘർഷത്തിന് പ്രോത്സാഹനം നൽകുന്നുവെന്ന് ആരോപിച്ച് രാജ്യസഭാ MP A റഹീം രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അതേസമയം സംഘർഷത്തിൽ കേസെടുത്ത സമാജ്വാദി പാർട്ടി MP സിയാഉൾ റഹ്മാന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് യു.പി. പോലീസ് നോട്ടീസ് നൽകി.